സലാം അലൈക യാ ഖാജ. അജ്മീറിൽ 812 ഉറൂസ് നടക്കുകയാണ്. 812 കൊല്ലം. ഇന്ത്യ രാജ്യത്തിൻ്റെ ആത്മീയ ചക്രവർത്തി സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ അൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തായിട്ട് ഇന്നേക്ക് 812 വർഷം തികയുകയാണ്. ജനിച്ചതും വഫാത്തായതും പുണ്യ റജബിൽ തന്നെ. റജബിലെ ഓർമ്മയാണ് ഖാജ. സുജൂദിലായി ജനിച്ച മഹാനാണ്, സുജൂദിലായി വഫാത്തായി എന്നാണ്. ശൈഖ് അവറുകളുടെ കരം പിടിച്ച് നന്മ മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിക പാതയിലേക്ക് പ്രവേശിച്ചതോ ലക്ഷങ്ങളാണ്. അദബിൻ്റെ നിറകുടമായ ഖാജ തങ്ങളുടെ ആത്മീയ ഗുരു ഷെയ്ഖ് ഉസ്മാൻ അൽ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. മക്കയിൽ ജന്നത്തുൽ മുഅല്ലയിലാണ് ആ ഷെയ്ഖ് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലാണ് ഗുരുവര്യർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർ വഫാത്തായി കിടക്കുന്നത്. മക്കയുടെ ഭാഗത്തേക്ക് മുഖം തിരിയുമ്പോഴേക്ക് ഗുരുവിൻ്റെ മനസ്സിൽ തെളിയും, തൻ്റെ ഉസ്താദിൻ്റെ മുഖം തെളിയും. പിന്നെ കണ്ണിറയും, ശബ്ദമിടറും. അജ്മീറിലിരുന്ന് ആത്മീയ മധു പകർന്നു കൊടുക്കുമ്പോഴും എല്ലാ ദിവസവും കഅബത്തിൻ്റെ ചാരയാണ് എൻ്റെ ഉസ്താദുള്ളത് എന്ന് ഖാജ തങ്ങളുടെ കഅബയുടെ ചാരത്തെത്തണം എന്ന് ഓർക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാ ദിവസവും കറാമത്ത് കൊണ്ട് മക്കയിലെത്താറുമുണ്ട്. സായിറു കഅബത്തു റബ്ബി ഫി കുല്ലി യൗമിൻ യുഹിബ്ബു എന്ന് പറയുന്നുണ്ടല്ലോ. ഹയാത്തിലും മൗത്തിലും ധാരാളം കറാമത്തുകൾ കാണിച്ച ഖാജ തങ്ങൾക്ക് പാവങ്ങളോട് ഇഷ്ടമായിരുന്നു, ദയയായിരുന്നു. ഒരാളും പട്ടിണി കിടക്കുന്നത് സഹിക്കാനാവില്ല. എല്ലാവർക്കും ആഹാരം നൽകും. ഇന്നും അജ്മീറിൽ കാണുന്നത് അങ്ങനെയല്ലേ. 1000 ഫക്കീറുകൾ നിരനിരയായി ഖാജായുടെ കാരുണ്യം കാത്തു നിൽക്കുകയാണ്. ഖാജായെ കാണാൻ വരുന്നവർ അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ്. ഭക്ഷണം നൽകിയും ഖാജ തങ്ങളുടെ മദ്ഹ് നശീദകൾ ആസ്വദിച്ചും സ്നേഹം ലഭിക്കാൻ ആളുകൾ മത്സരിക്കുകയാണ്. ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ അജ്മീറിൽ പാർക്കുന്നവർക്ക് മഹബത്താണ്. യാ വലി സലാം അലൈക, യാ ഖുത്ബി സലാം അലൈക, യാ ഗൗസി സലാം അലൈക, മൊയ്നുദ്ദീനി സലാം അലൈക. ഖാജ തങ്ങൾക്ക് സലാം പറയാം. ഇന്ന് ഖാജായുടെ ദിവസമാണ്. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അവിടുത്തെ വിളിച്ച് സഹായം ചോദിക്കേണ്ട രൂപം എങ്ങനെയാണ്? അവരെ തവസ്സുൽ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്കത് നോക്കാം. ഇന്നലെ രാത്രി ഞാനതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഇതിൻ്റെ പകലിൽ നമുക്ക് ഒരു വട്ടമെങ്കിലും ഇത് പറയാൻ കഴിയണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അജ്മീറിലെ ഖാജായുടെ മുമ്പിൽ വെക്കണം. ഞങ്ങളും ഉറൂസിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വിദൂര ദിക്കുകളിലിരുന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പറയണം. നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കഴിയാത്ത ആളുകൾക്ക് മറ്റൊരിക്കൽ പോകാം. അല്ല, ഇന്ന് സലാം പറയാൻ കഴിയാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാ ഇവിടുന്ന് ഈ മാസം തീരുന്നതിന് മുമ്പ് റജബിൽ നമ്മടുത്തേക്ക് സലാം പറയാം. എപ്പോഴും ഖാജ തങ്ങൾക്ക് സലാം പറഞ്ഞ് സങ്കടങ്ങൾ പറയേണ്ടത് ഇതായിരിക്കണം. രക്ഷിക്കണേ ഖാജ, ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അതിരിക്കിനി യാ ഗൗസന യാ മലാദന എന്ന് പറയണം. അപ്പോൾ അത് പറയേണ്ട രൂപം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സലു ഇലൈക വ അതളറഉ ഇലൈക. രണ്ടിടത്തിലേക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സലു വ അതളറഉ ഇലൈക ബിവലിയിക സയ്യിദി ഖാജ മൊയ്നുദ്ദീൻ അൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അസ്സലാമു അലൈക്കും യാ സയ്യിദനാ ഗരീബ് നവാസ് യാ ഖാജ മൊയ്നുദ്ദീൻ. ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ തോഴൻ, സഹായി എന്നൊക്കെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സലു വ അതളറഉ ഇലൈക ബിവലിയിക സയ്യിദ് ഖാജ മൊയ്നുദ്ദീൻ അൽ ചിശ്തി
അസ്സലാമു അലൈക്കും സയ്യിദനാ ഗരീബ് നവാസ് യാ ഖാജാ മുഈനുദ്ദീൻ. ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി യാ ഗൗസനാ യാ മലാദനാ. അല്ലാഹുമ്മ ശഫ്ഇഉഹു ഫിയ, അല്ലാഹുമ്മ ശഫ്ഇഉഹു ഫിയ, അല്ലാഹുമ്മ ശഫ്ഇഉഹു ഫിയ. അങ്ങനെ ആക്കുക. ഇത്രയാണ് സലാം പറയേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, വ തവസ്സലു, ഞാൻ തവസ്സുൽ ചെയ്യുന്നു, വ അതളറു ഇലൈക, നിന്നിലേക്ക് താണുകയാണ് വരുന്നു, ബിവലീക, നിൻ്റെ വലിയനെ മുൻനിർത്തിയിട്ട്. അതാരാ? അസയ്യിദ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി. ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി എന്ന തങ്ങളാണ്. അവരെ കൊണ്ട് മുന്നിട്ട് വരുന്നു അല്ലാഹ്. എന്നിട്ട് ഖാജാക്ക് സലാം പറയാം. അസ്സലാമു അലൈക്കും സയ്യിദനാ ഗരീബ് നവാസ് യാ ഖാജാ മൊയ്നുദ്ദീൻ. ഓ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളെ, യാ ഖാജാ, അവിടത്തേക്ക് സലാം. എന്നിട്ട് ഖുദ് ബിയദി, ഖുദ് ബിയദി, എൻ്റെ കൈ പിടിക്കണേ. ഖല്ലത്ത് ഹീലത്തി, ഖല്ലത്ത് കുറഞ്ഞു പോയിരിക്കുന്നു, ഹീലത്തി, എൻ്റെ എല്ലാ തന്ത്രവഴികളും, എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിരിക്കിനി എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. യാ ഗൗസന, ഓ ഞങ്ങളുടെ സഹായ കേന്ദ്രമേ. യാ മലാദന, ഞങ്ങളുടെ പേടി തീരാൻ ഓടി വരുന്ന അഭയകേന്ദ്രമേ എന്ന് പറയുക. അതിനുശേഷം അള്ളാഹുവിനോട് പറയുക, അല്ലാഹുമ്മ ശഫ്ഇഉഹു ഫിയ, അല്ലാഹുമ്മ ശഫ്ഇഉഹു ഫിയ, അല്ലാഹുമ്മ ശഫ്ഇഉഹു ഫിയ. അള്ളാഹുവേ, അവരുടെ ശുപാർശ എൻ്റെ കാര്യത്തിൽ, ഖാജ എൻ്റെ കാര്യം നിന്നോട് പറയുമ്പോൾ, നിന്നോട് ശുപാർശ ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ അതും നീ സ്വീകരിക്കണേ അല്ലാ. ഖാജാ തങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറയും. ഖാജായോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ നീ നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറ, നിൻ്റെ നബിനെ കൊണ്ട് നിന്നിലേക്ക് മുന്നിടുന്നു, എന്നിട്ട് വിളിക്കുക, യാ മുഹമ്മദ്. റസൂൽ അവിടെ തന്നെ ഇരിക്കുക. എന്നോട് പറ എന്ന് പറയുക. എന്നോട് പറ, യാ മുഹമ്മദ്, ഇന്നി അതവസ്സലു ബിക ഇലാ റബ്ബിന, തങ്ങളെക്കൊണ്ട് റബ്ബിലേക്ക് മുന്നിട്ടിട്ടുണ്ട്, അവിടുന്ന് സഹായിക്കണമെന്ന് റസൂലുള്ളാഹിനോട് പറയാം. പിന്നീട് അള്ളാഹുവിനോട് പറയാം, റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് സ്വീകരിക്കണമെന്ന്. ഈ രൂപം എവിടെ നമ്മൾ മഹാന്മാർ തവസ്സുൽ ചെയ്യുമ്പോഴും സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. ഖാജാ തങ്ങളോടുള്ള മഹബത്ത് എങ്ങനെ പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചതല്ലേ ഇന്ത്യയിലേക്ക്. ഇന്ത്യയെ സ്നേഹം കൊണ്ട് പൊതിയാൻ, സ്നേഹത്തോടെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ. എന്നിട്ട് മരണാനന്തരം അവർക്ക് കാലാകാലം നരകം ലഭിക്കുന്നതില്ലെന്ന്, കാലാകാലം സ്വർഗത്തിൽ താമസിക്കുക എന്ന വലിയ ഭാഗ്യത്തിലേക്ക് തിരിക്കാൻ. അള്ളാഹുവേ, ഖാജാൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അന്ത്യം നന്നാക്കണേ അല്ലാ. അവസാന നിമിഷം സുജൂദിലായി മരിച്ച ബഹുമാനപ്പെട്ടവരുടെ ജനാസ, അവിടുന്ന് വഫാത്തായി കിടക്കുന്ന ശരീരം പിറ്റേ ദിവസം നോക്കിയപ്പോൾ റജബ് 6 കണ്ടത് അവിടുത്തെ നെറ്റിത്തടത്തിലുണ്ടായിരുന്നു ഹബീബുള്ള, അള്ളാഹുവിനെ പ്രേമിച്ചവർ. മാത്തഫി ഹുബില്ലാ, അള്ളാഹുവിനോടുള്ള പ്രേമത്തിലായി തന്നെ ഈ ലോകം വിട്ടുപോയവർ എന്നുള്ള പ്രകാശത്തിൻ്റെ എഴുത്ത് നെറ്റിത്തടത്തിൽ കാണുമായി കണ്ടിരുന്നു. അത്ഭുതമായിരുന്നു അവിടുത്തെ വഫാത്തുൾപ്പെടെ. ജീവിതകാലത്ത് കാണിച്ച മുഅ്ജിസ് കറാമത്തുകൾ എത്രയുണ്ട് എന്ന് അവിടുത്തെ ചരിത്രം പ്രത്യേകം കേൾക്കാൻ തയ്യാറായാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതുക. ഒറ്റ ഇരിപ്പിന് കഴിയുകയാണെങ്കിൽ അങ്ങനെ ഓതുക. അല്ലെങ്കിൽ ഈ ദിവസം ഏതെങ്കിലുമൊക്കെ സമയത്തായിട്ടൊരു 3 യാസീൻ ഖാജാക്ക് അർപ്പിക്കുക. അള്ളാഹുവേ, എൻ്റെ യാസീന് നീ എത്തിച്ചു കൊടുക്കണേ ഖാജാക്ക്. ഉറൂസിന് പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ മക്ക എന്ന് നമുക്ക് പറയാവുന്ന, ഇന്ത്യയിൽ നമുക്ക് ഒരു കേന്ദ്രമായി അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സിയാറത്ത് കേന്ദ്രമായി, മുടങ്ങാത്ത സിയാറത്തിൻ്റെ കേന്ദ്രമായി
ഇന്ത്യയിലെ ഏത് സുൽത്താൻ, ഏത് രാജാവ്, ഏത് മുഖ്യമന്ത്രി, ഏത് മുക്കാത്ത മന്ത്രി, പ്രധാനമന്ത്രി, ഏത് മന്ത്രി വന്നാലും അവിടുത്തെ മുമ്പിൽ തൊപ്പിയിട്ട് താണുകേണിരുന്ന് അവിടത്തേക്ക് ഒരു എന്തെങ്കിലും സമ്മാനം അർപ്പിക്കണം. ചിലപ്പോൾ പൂവായിട്ടോ പുടവയായിട്ടോ ഫാത്തിഹ, നമ്മളൊക്കെ ഫാത്തിഹയും മറ്റുമൊക്കെ ഹദിയ ചെയ്തിട്ട് അവിടുത്തെ മുമ്പിൽ പോയി ഒന്ന് സലാം പറഞ്ഞിട്ട്, ഇന്ന് നമ്മളെ വീടുകളിലിരുന്ന് ഈ സലാം പറഞ്ഞ് അവിടുത്തെ കറാമത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കണമെന്നുള്ള ഇടതേട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാതെ ഖാജാൻ്റെ പ്രജയാകാതെ ആ സുൽത്താൻ്റെ കീഴിൽ നമ്മൾ ഒതുങ്ങാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാരഥന്മാരെ തവസ്സുൽ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിലൂടെ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. അവരുടെ അടുക്കിലേക്ക് ദുആ ചെയ്യാൻ പറയാൻ വേണ്ടി നമ്മൾ ഓടുന്നതാണിത്, അല്ലാതെ അവരെ ഇലാഹാക്കുകയല്ല. ഇൻഷാ അള്ളാഹ് ഞാൻ നിർത്തുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ഖാജാൻ്റെ ബർക്കത്ത് നൽകട്ടെ, ഖാജാൻ്റെ സഹായം നൽകട്ടെ. ഖാജാൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ മുറാദും ഹാസിലാക്കട്ടെ. 3 യാസീൻ മറക്കണ്ട. ഈ മാസം തീരുന്നതിന് മുമ്പെങ്കിലും ഒന്ന് ഓതുക, മറക്കരുത്. ദുആയിലും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.